നമസ്കാരം, ഞാൻ ഗംഗാ ജയകുമാർ. ഞാൻ എന്നും ടിപ്സ് പറഞ്ഞാണ് നിങ്ങളെ ബോറടിപ്പിക്കുന്നത് അല്ലേ? ബോറല്ല, നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. ഇന്ന് നമുക്ക് ഒരു പാർലറിൽ ചെന്ന് ഒരു ഫേഷ്യൽ വേണം, അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിനെ നന്നാക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പുതിയ ഫേഷ്യൽ ഇറങ്ങിയിട്ടുണ്ട്. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, എല്ലാവർക്കും അറിയായിരിക്കും, കാരണം കുറേ വീഡിയോസ് ഇതിനെ പറ്റി വന്നിട്ടുണ്ട്. അത് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഹൈഡ്രാ ഫേഷ്യലിനെ കുറിച്ചാണ്. സാധാരണ ഇത് ഡോക്ടേഴ്സ് ചെയ്യുന്നതുകൊണ്ട്, നമ്മൾ പാർലറുകാരും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ശരിക്കും ഈ ഹൈഡ്രാ ഫേഷ്യൽ നമ്മുടെ ഡീപ്പ് ക്ലെൻസിങ് ആൻഡ് നമ്മുടെ ഹൈഡ്രേഷനാണ് നമ്മൾ ഈ ഫേഷ്യൽ ചെയ്യുന്നത്. ഇത് നമുക്ക് എത്ര വേണമെങ്കിലും ചെയ്യാം, കാരണം നന്നായിട്ട് നമ്മുടെ സ്കിന്നിനെ, ഡെഡ് സ്കിന്ന് കളഞ്ഞ്, നമ്മുടെ ഇമ്പ്യൂരിറ്റീസിനെ നമ്മൾ കളഞ്ഞ്, നമ്മുടെ ആ പുതിയ സ്കിന്നിനെ പുതിയ സെൽസ് ഉണ്ടാകാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഫേഷ്യൽ ചെയ്യുന്നത്. ഈ ഫേഷ്യൽ സാധാരണ ഇതിന് ഉപയോഗിക്കുന്ന മെഷീനാണിത്. ഈ മെഷീനിൽ അവർക്കൊരു 3 സൊല്യൂഷൻ കാണും. നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്യാം, ഏത് സ്കിൻ ടൈപ്പിനും ചെയ്യാം. കാരണം അതിൻ്റേതായ രീതിയിൽ, കാരണം എല്ലാവർക്കും ഇത് അറിഞ്ഞിരിക്കണം. അറിയാതെ ഈ ഒരു മെഷീൻ വെച്ച് ചെയ്യുന്നത് ശരിയാകില്ല. ഇതിനെപ്പറ്റി ഇത് പഠിച്ച് തന്നെ നമ്മൾ ചെയ്യേണ്ടതാണ്. ഇതിൻ്റെ സൊല്യൂഷനാണ്, ഒരു വാട്ടർ ബേസ്ഡ് ഫേഷ്യലാണിത്. അതിൻ്റെ കൂടെ ഇതിൻ്റെ സൊല്യൂഷനാണ് ഇതിനെ നമ്മൾ വർക്ക് ചെയ്ത് നമ്മുടെ സ്കിന്നിനെ ടോൺ ചെയ്ത് എടുക്കുന്നത്. ഞാൻ കണ്ടിടത്തോളം ഞാൻ ഇത് മാത്രമായിട്ട് ചെയ്തപ്പോൾ അതിനൊരു വ്യത്യാസം എനിക്ക് തോന്നിയില്ല. വ്യത്യാസം തോന്നുന്നതല്ല, കുറച്ചുകൂടെ എനിക്ക് നല്ല എഫക്റ്റ് നമുക്ക് കിട്ടിയത് ഇത് ഫേഷ്യലിൻ്റെ കൂടെ ചെയ്തപ്പോൾ കുറച്ചുകൂടെ എഫക്റ്റ് കിട്ടി. അപ്പോൾ അങ്ങനെയാണ് ഞാനിത് സാധാരണ പിഗ്മെൻറ്റേഷൻ ഉള്ളവർക്ക് നല്ല വ്യത്യാസമായിട്ട്, കാരണം ഒരു 2-3 സിറ്റിംഗ് ചെയ്യുമ്പോൾ തന്നെ നല്ല വ്യത്യാസം കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഒരു ഫേഷ്യലിൻ്റെ കൂടെ ഇതെങ്ങനെ ചെയ്താൽ എങ്ങനെയൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ ഓരോന്നും ഇപ്പോൾ ഒരുപാടുണ്ട് കാര്യങ്ങൾ, അത് ഓരോന്നും എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ഇതൊക്കെ ഈ കുട്ടി നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് പിഗ്മെൻറ്റേഷനുള്ള ആളാണ്. അപ്പം ഞാൻ ഈ പിഗ്മെൻറ്റേഷന് ഒരു ഓക്സിജൻ ഫേഷ്യലിൻ്റെ കൂടെയാണ് ഈ ഹൈഡ്ര ചെയ്യുന്നത്. സാറിനെ എല്ലാവരും ചെയ്യുന്നത് ഞാൻ പിന്നെയും പറയുകയാണ്, ഇത് മാത്രമായിട്ടാണ് ചെയ്യുന്നത്, അതിനൊരു വ്യത്യാസം വരില്ല. അത് പക്ഷേ നമ്മൾ കുറേ സിറ്റിംഗ് ചെയ്യുമ്പോഴേ നമുക്ക് അതിനൊരു വ്യത്യാസം വരുള്ളൂ. ഇത് ഞാൻ ഫേഷ്യലിൻ്റെ കൂടെ ചെയ്താണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ഫേഷ്യൽ, ഇപ്പോൾ ഓക്സിജൻ ഫേഷ്യലിന് ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഏത് ഫേഷ്യലിനായാലും ക്ലെൻസിങ് അത്യാവശ്യമാണ്. നമുക്ക് ആദ്യം ഒരു ക്ലെൻസിങ് ചെയ്ത് നോക്കാം. അപ്പോൾ ഒരു ക്ലെൻസർ ഉപയോഗിച്ച്, ഇതിൻ്റെ തന്നെ ഒരു ക്ലെൻസറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഞാൻ ആ ക്ലെൻസ് ചെയ്യുന്ന എടുക്കുകയാണേ. അപ്പം ഞാനിപ്പോൾ ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ ഈ മെഷീനെ കുറച്ചുകൂടെ പറയാം. ഞാൻ ആദ്യം പറഞ്ഞ കുറച്ച് സ്പീഡ് കൂടിപ്പോയി, എല്ലാവരും പറയുന്നത് എനിക്ക് ഇത്തിരി സ്പീഡ് കൂടുതലാണെന്ന്. അപ്പോൾ ഞാനൊന്ന് വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഈ മെഷീൻ ചെയ്യുമ്പം ഓരോ സ്കിന്നിന് എല്ലാവർക്കും ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇതിൽ കണ്ടൊരു 3 സൊല്യൂഷൻ കാണാം നിങ്ങൾക്ക്, ABC എന്നുള്ളത്. അപ്പോൾ A എന്ന് പറയുന്നത് നോർമൽ സ്കിന്നിന്, B ഓയിലി സെൻസിറ്റീവ് സ്കിന്നിന്, ഇത് C എന്ന് പറയുന്നത് ഡ്രൈ സ്കിന്നിന്. അപ്പം നമ്മൾ ഇടുമ്പോൾ ഇവിടെ ഒരു നോബ് വെച്ചിട്ടുണ്ട്, നമ്മൾ ഏത് സ്കിന്നിനാണെന്നുള്ളത് നമുക്ക് തിരിച്ച്, ഞാനിപ്പോൾ ഈ ചെയ്യാൻ പോകുന്ന കുട്ടിക്ക് ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് ഞാനിപ്പോൾ C തന്നെ ഇട്ടിട്ടുണ്ട്. ഈ നോബ് തിരിച്ച് C ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇതിന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വാട്ടർ ബേസ്ഡ് ആണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഞാൻ റോസ് വാട്ടർ ആണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. റോസ് വാട്ടറാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. സാധാരണ വാട്ടർ ബേസ്ഡ് എന്ന് പറഞ്ഞാൽ വെള്ളം മതി നമുക്ക്. ഞാനിപ്പോൾ ഈ റോസ് വാട്ടർ ഒന്നുകൂടെ കൂളിങ് ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടി ഞാൻ ഇതിനെ നന്നായിട്ട് ആ വാട്ടർ സ്പ്രേ ചെയ്യുന്നു. ശരിക്കും കഴുത്തിനുമൊക്കെ നമ്മൾ ചെയ്യണം. നമ്മളൊന്ന് നന്നായിട്ട് ഇതിനെ വെറ്റാക്കി. അതിന് ശേഷം ഇനി ഇത് സക്ക് ചെയ്യുന്ന ഒരു ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതെന്ന് പറയുന്നത് നമ്മുടെ ഡെഡ് സ്കിന്നിനെ നമുക്ക് ഇമ്പ്യൂരിറ്റീസിനെയൊക്കെ വലിച്ചെടുക്കാൻ പറ്റും.
ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരുപാട് ഓയിലി സ്കിൻ, നല്ല ആക്നി ടൈപ്പിലുള്ള പിമ്പിൾസിനെ ആണെങ്കിൽ നമ്മൾ അധികം ഇറിറ്റേറ്റ് ചെയ്യരുത്. ഞാൻ പല വീഡിയോസിലും അങ്ങനെ കണ്ടിട്ടുണ്ട്. പക്ഷേ അത് ശരിക്കും അത് പാട് വരാനുള്ളത് ചാൻസ്, ആ പിമ്പിൾസിനെ അധികം പൊട്ടിച്ച് കളയാത്ത രീതി. കാരണം ഒരുപാട് നല്ല ഇങ്ങനെ ആക്നി ടൈപ്പ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, അതിന് കുറച്ചുകൂടെ കെയർഫുള്ളായിട്ട് ആദ്യം ഒരു ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തിട്ട് വേണം ഇത് സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പം അങ്ങനെ ഒരു സിറ്റിംഗ് കൊടുത്തിട്ട് രണ്ടാമത്തെ സിറ്റിങ്ങിലാണ് അത് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് എനിക്കത് വ്യത്യാസമായിട്ട് തോന്നിയത്. അല്ലെങ്കിൽ പാട് വരാൻ, അത് പെട്ടെന്ന് പൊട്ടിച്ചു കഴിഞ്ഞാൽ പാട് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ ഇതിനെ അടുത്തത് ഇതിനെ സക്ക് ചെയ്ത് അതിൻ്റെ ഡെഡ് സ്കിന്നും ഇമ്പ്യൂരിറ്റീസ് എല്ലാം നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന വേസ്റ്റും എണ്ണമയവും ഒക്കെ നമ്മൾ എടുത്ത് കളയുകയാണ്. അതിനാണ് ഇതിങ്ങനെ ഊരി ഉപയോഗിക്കാവുന്ന സാധനമാണ്. നമുക്കിത് ക്ലീൻ ചെയ്യാൻ പറ്റും. നമുക്കതിനെ ഈ വാട്ടർ ബേസ് കൊടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിതൊന്ന് ഇങ്ങനെ വലിച്ച് ഇങ്ങനെ സക്ക് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും. സ്കിന്നൊന്ന് ടൈറ്റ് ചെയ്ത് പിടിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അതിന് സ്കിന്നിനെ ചുരുണ്ട് വരും. അതുകൊണ്ട് അത് പതുക്കെ പ്രസ് ചെയ്ത് തന്നെ ഇതൊന്ന് എടുക്കുന്നത് നല്ലതായിരിക്കും. ഇതൊരു 2-3 മിനിറ്റ് നമുക്കിത് കൊടുക്കാൻ പറ്റും. ഇതിനെ നമുക്ക് കൺട്രോൾ ചെയ്ത് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ കുറച്ചേ നോബ് തിരിച്ച് വെച്ചിട്ടുള്ളൂ. കാരണം നോർമലായിട്ട് കാണാം, ഒരുപാടായി കഴിഞ്ഞാൽ സ്കിന്ന് വലിഞ്ഞു വരും. അതുകൊണ്ട് ഞാൻ വളരെ കുറച്ചാണിത് ഇട്ട് ചെയ്യുന്നത്. നമുക്ക് വൈറ്റ് ഹെഡ്സൊക്കെ ഒരു ചെറിയ എണ്ണമയമൊക്കെ ഉള്ളത് ഒക്കെ ഇതിൽ പോരും. സാധാരണ ഇത് ഫേഷ്യലിൻ്റെ കൂടെ പിഗ്മെൻറ്റേഷൻ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഇതിൽ കൂടുതൽ പിഗ്മെൻറ്റേഷൻ ഉള്ളവർക്കും ഞാൻ ഇപ്പോൾ ഒരു 2-3 സിറ്റിങ്ങൊക്കെ ഇരിക്കുമ്പോൾ നല്ല വ്യത്യാസമായിട്ട് കാണുന്നുണ്ട്. നമുക്കിത് മൊത്തമായിട്ടൊന്ന് സക്ക് ചെയ്ത് എടുക്കാം. കഴുത്തും നോക്കാം. വേറെ വേദനയൊന്നുമില്ല. ഇത് ചെയ്യുന്ന കണ്ടെത്തൊന്നും നമുക്ക് ചിലപ്പോൾ വേദനിക്കും, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇത് മൊത്തം നമ്മൾ സക്ക് ചെയ്ത് എടുത്തു. അപ്പോൾ ഇപ്പം നമ്മൾ ആദ്യം രണ്ട് സാധനം ഉപയോഗിച്ച് കഴിഞ്ഞു. നമ്മൾ ആ സക്ക് ചെയ്ത് നമ്മൾ അതിൻ്റെ ആ ഡെഡ് സ്കിന്നൊക്കെ കളഞ്ഞ് ഇമ്പ്യൂരിറ്റീസ് നമ്മളുടെ വേസ്റ്റ് എല്ലാം നമ്മളെടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിന് ഫേഷ്യലിൻ്റെ കൂടെ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ വെച്ച് കൂടെ ഇടുകയാണ് ഇത് കഴിഞ്ഞിട്ട്. ഇതൊരു അരിപ്പൊടി ബേസായിട്ടുള്ളത് ഒരു ഷെഹനാസിൻ്റെ ഒരു സാധനമാണ്. അത് നന്നായിട്ട് സ്കിന്നിനെ ടൈറ്റ് ചെയ്യാൻ എണ്ണമയം കംപ്ലീറ്റ് വലിച്ചെടുക്കുകയും ചെയ്യും. പിന്നീട് നമ്മൾ ഇത് വെച്ച് ചെയ്യുമ്പം നമുക്ക് നല്ല വ്യത്യാസം, നല്ല പിഗ്മെൻറ്റേഷൻ നന്നായിട്ട് കുറയുന്നതായിട്ട് തോന്നും. അപ്പം ഞാനത് ജസ്റ്റ് ഒന്ന് ഇടുകയാണ്. ശരിക്കും ഇത് നമ്മുടെ ഫേസ് മാത്രം ചെയ്താൽ മതി, കഴുത്തിടണം എന്നില്ല. ഞാനിപ്പോൾ ഞാൻ പക്ഷേ കഴുത്തിലും കൂടെ ചെയ്യാറുണ്ട്. പക്ഷേ ഞാനിപ്പോൾ ഈ കാണിക്കേണ്ടത് കൊണ്ട് ഇത് മാത്രം ഒന്ന് ചെയ്ത് കാണിക്കുകയാണ്. ഇതൊന്ന് ഒരു 10-15 മിനിറ്റ് നമ്മൾ ഇതിട്ടൊന്ന് ഇരുത്തും. ഇനി ഞാനിപ്പോൾ ഈ വെച്ച് പീൽ ഇട്ടു. ശരിക്കും വെച്ച് പീൽ 20 മിനിറ്റ് ഇട്ടിട്ട് വേണം നമ്മൾ ഇതിൻ്റെ ഒരു മിഷൻ വെച്ച് അതിൻ്റെ ഡെഡ് സ്കിന്നുകൾക്ക് ഒന്നുകൂടെ ഞാൻ കളയുകയാണ്. ഇതിനെപ്പറ്റി ഈ വെച്ച് പീലിനെ കുറിച്ച് പറയാനുണ്ട്. ഞാൻ വേറൊരു വീഡിയോ കാണിച്ചു തരാം. അത് ഓയിലി സ്കിന്നിന് ഭയങ്കര നല്ലതാണ്.
ഞാൻ ഇത് വെച്ച് ഈ ഡെഡ് സ്കിൻ ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് അപ്പോൾ എളുപ്പം ശരിക്കും വീഡിയോയ്ക്ക് വേണ്ടി ഇതൊരു 20 മിനിറ്റ് ഇരുത്തിയിട്ട് വേണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നനച്ച് കൊടുത്ത് വേണം ഇത് ചെയ്യാൻ. ഞാനിപ്പോൾ ഇത് വീഡിയോ എളുപ്പം അല്ലെങ്കിൽ ഒത്തിരി ലോങ് ആയാൽ പറ്റില്ലല്ലോ എന്ന് വെച്ചിട്ടാണ് ഇതൊന്ന് കാണിക്കാൻ വേണ്ടി ചെയ്യുകയാണ്. ഇത് ഈ ഒരു സ്റ്റോൺ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഡെഡ് സ്കിൻ നല്ലോണം മാറും, എണ്ണമയം കുറയ്ക്കും, ഈ പാക്ക് എണ്ണമയം കുറയ്ക്കും, ബാലൻസ് ചെയ്യും, കുറയ്ക്കുന്നല്ല ബാലൻസ് ചെയ്യും. പിന്നെ ഇതൊരു നോർമൽ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് ഞാൻ ഇത് സാധാരണ ഇത് മുട്ടയുടെ വെള്ളയാണ് ചേർക്കുന്നത് ഈ വെച്ച് പീലിൽ നനയ്ക്കുക. ഇത് നമ്മൾ പാലാണ് ചേർത്തിരിക്കുന്നത്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് എല്ലായിടും ഒന്ന് നമുക്ക് ഒത്തിരി റബ്ബ് ചെയ്യേണ്ട, കാരണം നമ്മൾ ആ മെഷീനിൽ കുറേ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഇത് കുറച്ചൊന്ന് ചെയ്യാം. ആദ്യം നമ്മൾ ആ സ്കിന്നിനെ ഒന്ന് ലെയർ എടുത്തിട്ട് ഇതൊന്ന് ക്ലോസ് ചെയ്ത് ഒന്ന് അതിനൊരു വലിയ കുഴികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അടയാൻ വേണ്ടിയാണ് ഈ സ്റ്റോൺ ഉപയോഗിക്കുന്നത്. ഇത് ഒരു 2 സെക്കൻഡൊക്കെ ഒരു കൊടുത്തിട്ട് ഒന്ന് എല്ലായിടും ഒന്ന് റബ്ബ് ചെയ്യുക. പാർലറിൽ കുറേ സമയമെടുക്കും, അല്ലാതെ നമ്മൾ ഇതിപ്പോൾ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയാണ് എളുപ്പം കാണിക്കുന്നത്. ഇനി ഒന്ന് വാഷ് ചെയ്ത് നമ്മൾ തുടയ്ക്കരുത്, അതുകൊണ്ട് നമുക്കിതൊന്ന് വാഷ് ചെയ്യിപ്പിക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ സ്ക്രബ്ബർ ഉപയോഗിക്കാം. അതിന് നമ്മളൊരു സ്ക്രബ്ബർ അപ്ലൈ ചെയ്യാണ്. മൂക്കിലേക്ക് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് സ്ക്രബ്ബർ വെച്ചെടുക്കാം. സ്ക്രബ്ബർ വെച്ചെടുക്കാമെന്നല്ല, ഇത് റബ്ബ് ചെയ്തിട്ട് നമുക്ക് സ്ക്രബ്ബർ വെച്ചെടുക്കാം. സ്ക്രബ് ചെയ്തു. ഇതാണ് സ്ക്രബ്ബർ നമ്മൾ ഇതിൻ്റെ ഉപയോഗിക്കുന്നത്. ഇതിനെ ഓരോന്നിനും ഇടുമ്പം അതിൻ്റെ തന്നെ ഇതിനകത്ത് നമുക്ക് കൊടുക്കാൻ പറ്റും. അത് നമ്മൾ ഓൺ ചെയ്തിട്ട് വേണം ഇത് ഉപയോഗിക്കാൻ. ടൈമും ഒക്കെ ഉണ്ട്, അതൊക്കെ ഫിക്സ് ചെയ്തിട്ട് വേണം. നമുക്ക് ആ രീതിയിൽ ഇങ്ങനെ പിടിച്ചിട്ട് അതൊക്കെ നമുക്കിതൊന്ന് സ്ക്രബ് ചെയ്തെടുക്കാം. വൈറ്റ് ഹെഡ്സും ഒക്കെ വരും. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മളിത് സ്ക്രബ് ചെയ്ത് എടുത്തിട്ട് ഇതിനെ തിരിച്ച് വെച്ച് മസാജ് ചെയ്താൽ സ്കിൻ ടൈറ്റ് ചെയ്യാനും ഇത് സഹായിക്കും. എന്നിട്ട് ഇതിനകത്ത് ഉള്ളതിനെ നമുക്ക് ഒരു കോട്ടണിലോട്ട് തുടച്ചെടുക്കാം. ഒരു ചെറിയ നിങ്ങൾക്ക് ഇത് നമ്മൾ ചെയ്യുമ്പം ഒരു സൗണ്ട് ഉണ്ട് ഇതിന്, അതാണ് അതിൻ്റെ കറക്റ്റ് മെഷീൻ വർക്ക് ചെയ്യുന്നതിന്. ഈ വൈറ്റ് ഹെഡ്സൊക്കെ ഇവിടെ ഉള്ളതൊക്കെ നമുക്ക് പോയി കിട്ടും. അതിനുശേഷം നമുക്കിതൊന്ന് തിരിച്ചു വെച്ചൊന്ന് മസാജ് ചെയ്യാം. ഇത് നമുക്ക് സ്കിൻ ടൈറ്റ് ചെയ്യാൻ സഹായിക്കും. നമുക്കിത് സ്ക്രബ്ബർ നമ്മളൊരു 2 മിനിറ്റ് കൊടുത്തു കഴിഞ്ഞു. നമ്മളിതിൻ്റെ എല്ലാ സ്ക്രബ്ബറൊക്കെ ഉപയോഗിച്ച് ഡെഡ് സ്കിന്നൊക്കെ കളഞ്ഞു, എല്ലാം നല്ല ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിനെ ഒന്ന് ഫേം ആക്കണം. എന്ന് വെച്ചാൽ കറക്റ്റായിട്ട് ആ സ്കിന്നിൽ പിടിച്ച് ഡീപ്പായിട്ട് ആ മസാജിങ്ങിൻ്റെ എഫക്റ്റും കിട്ടി നല്ലോണം ആ മെഷീനും കൂടെ കൊടുത്തു കഴിയുമ്പോൾ ഭയങ്കര ഗ്ലോ ആയിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പ് ഞാൻ ഇതിൻ്റെ കൂടെ ആദ്യം കൈ കൊണ്ടൊരു
10 മിനിറ്റ് മസാജിങ് കൊടുക്കുകയാണ്. അത് ഓക്സിജൻ ഫേഷ്യലിൻ്റെ ക്രീമാണ് യൂസ് ചെയ്യുന്നത്. അത് ഞാൻ കൊടുക്കുകയാണ്. ഒരു 10 മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്യുകയാണേ. ഞാൻ 10 പിന്നെ ശരിക്കും ഞാൻ 15-20 മിനിറ്റെങ്കിലും കൊടുക്കും. ഇപ്പോൾ ഇത് വീഡിയോയ്ക്ക് വേണ്ടി ഒരു 10 മിനിറ്റ് കാണിക്കുകയാണ്. ഈ 10 മിനിറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ള വ്യത്യാസം നമുക്ക് ഭയങ്കര, ഇത് കഴിയുമ്പോൾ നല്ല വ്യത്യാസമായിരിക്കും. പിഗ്മെൻറ്റേഷൻ 2-3 സിറ്റിങ് കഴിയുമ്പോൾ നന്നായിട്ട് കുറയും. ഇവിടെ കറക്റ്റായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒരു 40s കഴിഞ്ഞാൽ ഉടനെ സൈഡിലോട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത് എപ്പോഴും, റിങ്കിൾസ് വരാതിരിക്കാൻ. നല്ലതായിട്ട് മസാജ് ചെയ്യാണ്. ഒരു 10 മിനിറ്റ് നമ്മൾ കൊടുത്തു. ശരിക്കും 10 മിനിറ്റ് അല്ല, ഞാൻ 20 മിനിറ്റ് കൊടുക്കും. ഇപ്പോൾ സമയം കുറവ് കാരണം ഞാൻ 10 മിനിറ്റ് കൊടുത്ത് കാണിക്കുകയാണ്. ഇനി നമ്മുടെ ഇത് ഹൈ ഫ്രീക്വൻസി നമ്മൾ കൊടുക്കുകയാണ്. നമ്മൾ ഈ ലൈറ്റ് കണ്ട മാറി മാറി വരുന്നുണ്ട്. അതിങ്ങനെ അത് സ്കിൻ കറക്റ്റാവും. സ്കിന്നിൻ്റെ അകത്തുള്ള എന്തെങ്കിലും ബാക്ടീരിയ ഉണ്ടെങ്കിൽ നശിച്ചോളും. കണ്ട ലൈറ്റ് മാറി 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 വരുന്നതാണ്. നമ്മൾ ഈ ക്രീം കുറച്ച് അപ്ലൈ ചെയ്തിട്ട് വേണം ഇത് ചെയ്യാൻ. ഹൈ ഫ്രീക്വൻസി ഇതൊരു 2 മിനിറ്റ് 3 മിനിറ്റ് നമുക്കിത് കൊടുക്കാം. എല്ലാം സമയം എടുത്താണ്. ഇത് 2-2.5 മണിക്കൂർ ഈ ഫേഷ്യൽ വരും. എന്നിട്ട് ഇത് നന്നായിട്ട് തുടച്ച് വയ്ക്കാം. ഇനി നമ്മൾ ഒരു വൈറ്റമിൻ സി സിറം ഇട്ട് ഒരു അൾട്രാസോണിക് കൊടുക്കുകയാണ്. നമ്മളെ ഒരു വൈറ്റമിൻ സി ആണ്. ഒരു വൈറ്റമിൻ സി നമ്മൾ കൊടുത്തിട്ട് അൾട്രാസൗണ്ട് കൊടുക്കുന്നു. സ്കിൻ ഗ്ലോ വരാനും ഈ ക്രീം നന്നായിട്ട് പിടിക്കാനും സാധിക്കുന്നുണ്ട്. ശരിക്കും ഈ ഫേഷ്യൽ ഒരു മാസം വല്ല ഒരു 4-5 ദിവസം കഴിയുമ്പോഴാണ് ഇതിൻ്റെ എഫക്റ്റ് കണ്ടു തുടങ്ങുന്നത്. ഈ അൾട്രാസോണിക്ക് നമ്മൾ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ സ്കിന്നിൽ ഈ ക്രീം, ഈ വൈറ്റമിൻ സി നമ്മുടെ സ്കിന്നിൽ നന്നായിട്ട് പിടിച്ച് നമുക്ക് നല്ലൊരു ഗ്ലോ വരികയും ചെയ്യും, നല്ല ഭംഗിയാകുകയും ചെയ്യും. നന്നായിട്ട് നമ്മൾ ആ വൈറ്റമിൻ സി മൊത്തവും പിടിപ്പിച്ചു. ഇനി നമുക്ക് സാധാരണ ഫേഷ്യലിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ ഒന്ന് ഒരു നല്ല തണുപ്പ് നമ്മൾ സാധാരണ കൂൾ കംപ്രഷൻ കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇതിനകത്തും ഉണ്ട് ഒരു കൂൾ കംപ്രഷൻ. അത് നമുക്ക് കൊടുക്കാം. നല്ല കൂളിംഗ് ആണ് ഇത് ചെയ്യുമ്പോൾ. നല്ല കൂളിംഗ് എഫക്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. നല്ല തണുപ്പാണ്, പോസ് അടയാൻ സാധിക്കുന്നത്. ഇതും നമ്മൾ കൂൾ കംപ്രഷൻ കൊടുത്തു. ഇനി നമുക്ക് എന്താ വേണ്ടേ, നമ്മൾ ഒരുമാതിരി എല്ലാം ആയി. ഇനി നമുക്കൊരു പാക്ക്, സാധാരണ ഇതിനകത്തൊരു പാക്ക് ഇതാണ്. ഇതൊരു ലൈറ്റ്, 3 ലൈറ്റ് ഇതിനുണ്ട്. ഈ ലൈറ്റാണ് സ്കിന്നിനെ ഭയങ്കര ആ ഫേഷ്യലിൻ്റെ എല്ലാം ടൈറ്റാക്കി നല്ല ഇതായിട്ട് കിട്ടും നമുക്ക്. 3 ലൈറ്റ് ഇതിൻ്റെ വന്നു. പക്ഷേ ഞാൻ അതിന് മുമ്പേ ഇപ്പം നമ്മൾ ഓക്സിജൻ ഫേഷ്യലാണ് ചെയ്യുന്നത്. ഞാൻ അതിൻ്റെ ഒരു ഫേഷ്യൽ ഒരു പാക്ക് ഇട്ടിട്ടാണ് ഞാൻ സാധാരണ ചെയ്യുന്നത്. ഞാനതിപ്പോൾ ഇത് കാണിക്കാൻ ഞാൻ അതിൻ്റെ കൂടെ ആ പാക്കും കൂടെ ഇടാറുണ്ട്. ഞാനിപ്പോൾ ഇത് ടൈം സേവ് ചെയ്യാൻ വേണ്ടി ഇത് മാത്രം വെക്കുകയാണ്.
കേട്ടോ. അതൊരു പച്ച, ഒരു നീല, റെഡ്, ഒരു അങ്ങനെ 3 കളർ വരുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ മാറി മാറി വരും. അപ്പോൾ അത് കുറച്ച് നേരം ഒരു 10 മിനിറ്റ് കൊടുക്കുന്നത് നല്ലതാണ്. ഞങ്ങൾക്ക് ഭയങ്കര സഫോക്കേഷൻ എന്ന് പറയുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പതുക്കെ ഇടയ്ക്കിടയ്ക്ക് പൊക്കി കൊടുക്കുന്നത്. ഇതങ്ങനെയല്ല, ശരിക്കും ഇത് വെച്ച് തന്നെ ഇരിക്കണം 10 മിനിറ്റ്. അപ്പോൾ നമ്മളിതൊരു 10 മിനിറ്റ് നമ്മൾ ഈ ലൈറ്റ് 3 ലൈറ്റും വന്ന് ഡിമ്മായി ഇങ്ങനെ ഇരിക്കുകയാണ്. അത് നമ്മുടെ സ്കിന്നിനെ ഗ്ലോ വരുത്താൻ നല്ലതാണ്. അപ്പോൾ നമ്മളെ 10 മിനിറ്റ് ശേഷം നമ്മൾ എടുക്കുകയാണിത്. നമ്മുടെ ഫേഷ്യൽ കഴിഞ്ഞു. ഞാനൊന്ന് കാണിക്കുക, നോക്കൂ കേട്ടോ. നിത്യൊന്ന് നോക്കൂ എങ്ങനെയുണ്ട് ഫേഷ്യൽ. സൂപ്പറായിട്ട് നല്ല ഒരു സ്കിന്നൊക്കെ ടൈറ്റായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഫേഷ്യൽ കഴിഞ്ഞാൽ നമ്മൾ സൺസ്ക്രീൻ കറക്റ്റായിട്ട് ഇട്ടിരിക്കണം. കാരണം ഒട്ടും വെയിൽ കൊണ്ട് ടാൻ ആക്കരുത്. അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു 1-1.5 മാസമൊക്കെ നന്നായിട്ടിരിക്കും ടാൻ. അപ്പം സൺസ്ക്രീൻ എപ്പോൾ പുറത്ത് പോയാലും ചേരുന്നത് നോക്കി ഡോക്ടർമാരോട് പറഞ്ഞായാലും അവർ തരും, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇയാൾക്കുള്ളത് എനിക്കറിയാം. അപ്പം ഞാൻ ഈ സൺബാൻ തന്നെ, ഞാൻ നേരത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ സൺബാനും കൂടെ ഒന്ന് ഇട്ട് തരാം. അതിട്ട് വേണം സൺസ്ക്രീൻ ഇടുന്നത്. ഇത് മസ്റ്റാണ്, ചെയ്തിരിക്കണം. ഞാൻ ഈ സൺസ്ക്രീൻ ഇട്ട് കൊടുക്കുകയാണ്. കാരണം വെയിലധികം കൊള്ളാതെ ശ്രദ്ധിക്കണം. ഇതിപ്പോൾ പിന്നെ നിത്യയൊരു പിഗ്മെൻറ്റേഷൻ ഉള്ളത് കൊണ്ട് അടുത്ത മാസവും ഇതേ സമയത്തൊന്ന് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് കുറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കൂ. 2-3 ദിവസം കഴിയുമ്പോൾ അറിയാൻ പറ്റും. എത്ര ദിവസം കഴിഞ്ഞാണ് നെക്സ്റ്റ് സിറ്റിങ്ങിന് വരേണ്ടത്? നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു മാസം 25 ദിവസം കഴിഞ്ഞാൽ ചെയ്യാം. അപ്പം ഇതിൻ്റെ ശരിക്കും ഡിഫറൻസ് അറിയാനുണ്ട്. നല്ല വ്യത്യാസമാണ്. ഇത് ഞാനൊരു ഫേഷ്യലും കൂടെ കൊടുക്കുന്നതുകൊണ്ട് കുറച്ച് കൂടുതലാണ്. ഞങ്ങൾക്ക് സമയം കുറച്ചുകൂടെ എടുത്താൽ കുറച്ചുകൂടെ ഗ്ലോ വരുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ഇതെല്ലാം സമയം വീഡിയോസ് വളരെ കുറച്ചാണ് വീഡിയോ കേട്ടോ എടുക്കുന്നത്. അടുത്ത പ്രാവശ്യം ഞാൻ വൃത്തിയായിട്ട് തരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ.